റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളൊക്കെ മെയിലിനും ഫീമെയിലും റിമാർക്കബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റിൽ മെയിലിനും ഫീമെയിലും നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൽ ഗാമറ്റായ സ്പേം, അത് മെയിലിൽ ആ സ്പേം ഫോർമേഷൻ ഓൾഡ് മെൻ ആണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യും. സോ ഈവൻ ഓൾഡ് മെൻ ആണെങ്കിലും സ്പേം ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ ഗാമറ്റായ ഓവം അത് സ്റ്റോപ്പ് ചെയ്യും. അറൗണ്ട് ഒരു 50 years ഒക്കെ ആകുമ്പോഴേക്കും ഫീമെയിലിൽ ഓവം ഫോർമേഷൻ സ്റ്റോപ്പ് ചെയ്യും. സോ ഇതുപോലെ ചില റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ മെയിലിലും ഫീമെയിലിലും ഡിഫറൻസ് ആണ്. സ്പേം ഫോം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഓവം ഫോം ചെയ്യുന്ന ഗാമറ്റോജെനിസിസിൻ്റെ കാര്യത്തിൽ ഒക്കെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളിൽ ഓരോന്നും ചെറിയ ചെറിയ റിമാർക്കബിൾ ആയിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. സോ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പെൽവിക് റീജിയനിലാണ്. സോ പെൽവിക് റീജിയനിൽ ഫസ്റ്റ് ഇയർ നമ്മൾ ഓരോ ബോഡി പാർട്ട് പഠിച്ചതാണ്. അതിൽ പെൽവിക് റീജിയനിലാണ് റീപ്രൊഡക്റ്റീവ് പാർട്ടുകളൊക്കെ. സോ ലൊക്കേഷൻ എന്ന് പറയുന്നത് പെൽവിക് റീജിയനിലാണ്. അതുപോലെ എന്തൊക്കെയാണ് ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ പാർട്സുകൾ എന്തൊക്കെയാണ്? അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടെസ്റ്റിസ്, പെയർ ഓഫ് ടെസ്റ്റിസ്, 2 ടെസ്റ്റിസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ അതിന് ഹെൽപ്പ് ചെയ്യണ, ഈ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകളെ ഹെൽപ്പ് ചെയ്യണ ആക്സസറി ഡക്റ്റുകൾ. ആക്സസറി എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് ആയിട്ടുള്ളതാണ്, ആക്സസറി ഡക്റ്റ്. സോ പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റ്, ഗ്ലാൻഡുകൾ, സം എൻസൈംസ് അല്ലെങ്കിൽ നറിഷിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകളുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സോ എന്തൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ട്? പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റ്, ഗ്ലാൻഡ്സ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയൊക്കെയാണ് പാർട്സ്. ഇനി നമ്മൾ പറഞ്ഞു പെൽവിക് റീജിയനിലാണ് ഹ്യൂമൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ ഒരു അബ്ഡോമിനൽ ഫീമെയിലും മെയിലിൽ ആ പൊസിഷനിൽ തന്നെ വ്യത്യാസമുണ്ട്. മെയിലാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ്. സോ ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്താണ് ഈ ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ. അതും ഒരു പൗച്ചിലാണ്, പൗച്ച് ലൈക്ക് സ്ട്രക്ചറിലാണ് ഈ ടെസ്റ്റിസ് ഇരിക്കുന്നത്. ആ പൗച്ചിൻ്റെ പേരാണ് സ്ക്രോട്ടം. സോ ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വെളിയിലായിട്ട്, പുറത്തായിട്ട് ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറായ സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസിൻ്റെ പൊസിഷൻ. എന്തിനാണ് ഈ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തായിട്ട് ഈ ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻസ്, അതും സ്ക്രോട്ടം പോലൊരു കവറിങ് ആയിട്ട്? സോ ഇതൊക്കെ സ്പെർമാറ്റോജെനിസിസ്, സ്പേം ഫോർമേഷന് ഹെൽപ്പ് ചെയ്യണ ഫാക്ടറുകളാണ്. ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തിരുന്നാൽ മാത്രമേ അതിൻ്റെ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് കുറവായിട്ടിരിക്കുള്ളൂ. സോ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിലാണെങ്കിൽ ഈ സ്പെർമാറ്റോജെനിസിസ് അഥവാ സ്പേം ഫോർമേഷൻ നടക്കുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ പൊസിഷൻ തന്നെ ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, പുറത്തായിട്ട്, അതും ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറായ സ്ക്രോട്ടത്തിലാണ് ടെസ്റ്റിസ് ഇരിക്കുന്നത്. അപ്പോൾ എന്തിനാണെന്ന് നോക്കി സ്ക്രോട്ടത്തിലിരിക്കുന്നത്? ടു മെയിൻറ്റെയിൻ ലോ ടെമ്പറേച്ചർ. സ്പെർമാറ്റോജെനിസിസ് അഥവാ സ്പേം ഫോർമേഷന് ഒരു ലോ ടെമ്പറേച്ചർ ഉണ്ടായാൽ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. എത്ര ലോ ടെമ്പറേച്ചർ? നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 ഡിഗ്രി സെൽഷ്യസ്, 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ ലോവർ ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 തൊട്ട് 2.5 ഡിഗ്രി സെൽഷ്യസ് വരെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് സ്പേം ഫോർമേഷൻ നടക്കുകയുള്ളൂ. അതിനാണിത് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ടെസ്റ്റിസിൻ്റെ പൊസിഷൻ, അതുപോലെ ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറായ സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിലും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അതിൻ്റെ പൊസിഷൻ അവിടെ, അതുപോലെ ടെമ്പറേച്ചർ എത്രയാണ് അതിൻ്റെ ആവശ്യം. അതുപോലെ തന്നെ ഒരു അഡൾട്ട് ടെസ്റ്റിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഓവൽ ഷേപ്പ് ആയിരിക്കും ഒരു അഡൾട്ട് ടെസ്റ്റിസിൻ്റെ ഷേപ്പ്. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 to 5 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്ത്. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്റർ ആണ്. സോ 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 2 to 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, ഓവൽ ഷേപ്പിലാണ് ഒരു അഡൾട്ട് ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ഇനി ഈ ടെസ്റ്റിസിന് ഒരു കവറിങ് ഉണ്ട്, ഡെൻസ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. കവറിങ്ങൾ ഉണ്ട്, 2-3 ലെയറാണ് അതിൻ്റെ കവറിങ്. ജസ്റ്റ് നമുക്കിപ്പോൾ ഒരു ഡെൻസ് കവറിങ് ഉണ്ടെന്നാണ് അറിഞ്ഞാൽ മതി. ഇനി അടുത്തതായിട്ട്
ഓരോ ടെസ്റ്റിസും ഇനി നമ്മൾ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ടെസ്റ്റിസിൻ്റെ ലൊക്കേഷൻ പഠിച്ചു, എന്തുകൊണ്ടാണ് അത് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി, ഏത് ടെമ്പറേച്ചറാണ് അതിന് സ്പേം ഫോർമേഷൻ അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിന് ആവശ്യമെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ടെസ്റ്റിസിൻ്റെ ഉള്ളിലോട്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓരോ ടെസ്റ്റിസ് ഒരു പെയർ ഉണ്ടെന്നല്ലേ, 2 ടെസ്റ്റിസ് ഉണ്ട്. അതിൽ ഓരോ ടെസ്റ്റിസ് നോക്കി കഴിഞ്ഞാൽ ഈച്ച് ടെസ്റ്റിസിലും 250 കമ്പാർട്ട്മെൻറ്റ്സ് 250 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. സോ ഓരോ ടെസ്റ്റിസിലും എന്തുണ്ട്, 250 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റുകളെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്ന് വിളിക്കുന്നത്. സോ 250 ടെസ്റ്റിക്കുലാർ ലോബ്യൂളുകൾ ഓരോ ടെസ്റ്റിസിലും, 2 ടെസ്റ്റിസ് ഉണ്ട്, അതിൽ ഓരോ ടെസ്റ്റിസിലും 250 എന്തുണ്ട്, ടെസ്റ്റിക്കുലാറായുള്ള ലോബ്യൂൾ കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്ന് നോക്കാം, കുറച്ചും കൂടി ഇന്നറായിട്ട് പോവുക. ഇനി ഓരോ ലോബ്യൂളും, അങ്ങനെ 250 ലോബ്യൂൾ ഉണ്ടെങ്കിൽ അതിൽ ഓരോ ലോബ്യൂളും ഈച്ച് ലോബ്യൂൾ, സോ 250 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിന് ആ 250 കമ്പാർട്ട്മെൻറ്റിൽ ഓരോ കമ്പാർട്ട്മെൻറ്റിനെ നമ്മൾ എന്താ വിളിച്ചത്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ഇനി പറയുന്നത് ഓരോ ലോബ്യൂളും ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഉള്ളിലായിട്ട് 1 to 3 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറായുള്ള ഒരു ഇതുണ്ട്. അതിൻ്റെ പേരാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. കോയിൽഡ് ആയതുകൊണ്ടാണ് നമ്മൾ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. സോ ഓരോ ലോബ്യൂളിനുള്ളിലും 250 കമ്പാർട്ട്മെൻറ്റിൽ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളിനുള്ളിൽ എന്തുണ്ട്, 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് സ്ട്രക്ചറായിട്ടുള്ള സെമിനിഫെറസ് ട്യൂബ്യൂളുണ്ട്. സോ ഉള്ളിൽ എന്തുണ്ട്, സെമിനിഫെറസ് ട്യൂബ്യൂൾ, 1 മുതൽ 3 വരെയുള്ള സെമിനിഫെറസ് ട്യൂബ്യൂളുകൾ ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂളുകളിലുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഈ സെമിനിഫെറസ് ട്യൂബിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുന്നത്. അതായത് സ്പേം ഫോർമേഷൻ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിൽ പോവാം. ഇനി ഓരോ സെമിനിഫെറസ് ട്യൂബിളിനെ കുറിച്ച് പറയാണ്. ഓരോ സെമിനിഫെറസ് ട്യൂബിൾ എടുത്ത് കഴിഞ്ഞാൽ എത്ര സെമിനിഫെറസ് ട്യൂബിളുണ്ട്, 1 മുതൽ 3 വരെയുള്ള സെമിനിഫെറസ് ട്യൂബിളുണ്ട്. അതിൽ ഓരോ സെമിനിഫെറസ് ട്യൂബിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ലൈൻഡ് ഇൻസൈഡ് 2 ടൈപ്സ് ഓഫ് സെൽ. സോ സെമിനിഫെറസ് ട്യൂബിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഉള്ളിലായിട്ട് ഇൻസൈഡായിട്ട് 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഏതൊക്കെയാണ് നോക്കൂ. ഒന്ന് മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയ. ഉള്ളിലുള്ള സെമിനിഫെറസ് ട്യൂബിളിൻ്റെ ഉള്ളിലുള്ള ഒരു സെല്ലാണ് മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തെ സെല്ലാണ് സെർട്ടോളി സെൽസ്. ആദ്യത്തെ സെൽ എന്നാണ് ഉള്ളിലുള്ളത്, മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തത് സെർട്ടോളി സെൽസ്. ഇനി ഇവരുടെ രണ്ടുപേരുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഉള്ളിലുള്ള 2 സെല്ലുകൾക്ക് ഫംഗ്ഷൻ വേണം. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് സെമിനിഫെറസ് ട്യൂബിളിലാണ് എന്തുണ്ടാവുന്നത്, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ഈ മെയിൽ ജേം സെൽ, ആദ്യത്തെ ഉള്ളിലുള്ള ഒരു സെല്ലാണ് മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയ. ഈ സ്പെർമാറ്റോഗോണിയ മിയോട്ടിക് ഡിവിഷൻ വഴി എന്തുണ്ടാക്കുന്നു, സ്പേം ഫോം ചെയ്യണം. സോ ഈ മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയാണ് മിയോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് എന്തായി മാറുന്നത്, സ്പേമായിട്ട് മാറുന്നത്. സ്പേം ഫോർമേഷൻ നടക്കുന്നത് അവിടെയാണ്. ഇനി വേറൊരു സെല്ലും കൂടി ഉണ്ട് ഉള്ളിലെന്ന് പറഞ്ഞു, അതാണ് സെർട്ടോളി സെൽ. അപ്പോൾ എന്തായിരിക്കും സെർട്ടോളി സെൽസിൻ്റെ ഡ്യൂട്ടി? സെർട്ടോളി സെൽസ് ഈ ഡെവലപ്പ് ചെയ്യണ ജേം സെൽസിന്, മെയിൽ ജേം സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കുക. സോ നറിഷ് ചെയ്യുന്ന ആളാണ് സെർട്ടോളി സെൽ. സോ സ്പെർമാറ്റോജെനിസിസിൽ അതിനെ വലിയൊരു ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സെർട്ടോളി സെൽസ്. സോ സ്പെർമാറ്റോജെനിസിൻ്റെ വലിയ റോൾ എന്താണ്, ന്യൂട്രീഷൻ ടു ദ ജേം സെൽ. ജേം സെൽസിനൊക്കെ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ് സെർട്ടോളി സെൽസിൻ്റെ ഡ്യൂട്ടി. സോ സെമിനിഫെറസ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള ജേം സെൽസ് അഥവാ സ്പെർമാറ്റോഗോണിയ, അതുപോലെ സെർട്ടോളി സെൽസ്, ഇവർ രണ്ടുപേരും കാരണം സ്പേം ഫോർമേഷൻ അഥവാ സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നു. അപ്പോൾ 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫെറസ് ട്യൂബുകളുണ്ട്. അപ്പോൾ സെമിനിഫെറസ് ട്യൂബുകളിൽ 1, 2, 3 ഇതിൻ്റെ ഇടയിലൊക്കെ സ്ഥലങ്ങളുണ്ട്. അതാണ് പറയുന്നത് ഔട്ട്സൈഡ് ദ സെമിനിഫെറസ് ട്യൂബിൾ. ഓരോ സെമിനിഫെറസ് ട്യൂബിളിൻ്റെ പുറത്തായിട്ട് എന്തുണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്, അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ, രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസുകളുണ്ട്. സോ ഓരോ സെമിനിഫെറസ് ട്യൂബിളായിട്ടുള്ള കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ ഈ ഇടയിലുള്ള സ്ഥലങ്ങളാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസിൽ എന്തൊക്കെയുണ്ട്, കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്.
ഇടയിലൊക്കെ ആയിട്ട് കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സെല്ലുകൾ, ഇവിടെ കാണപ്പെടുന്ന സെല്ലുകളെ വിളിക്കേണ്ട പേരാണ്, ഇടയിലുള്ളതായതുകൊണ്ട് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും വിളിക്കും, ലേഡിക് സെൽസ് എന്നും വിളിക്കും. ഇടയിലുള്ളതായതുകൊണ്ട് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്, അതുപോലെ ലേഡിക് സെൽസും രണ്ടും ഒന്ന് തന്നെയാണ്. സോ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ്. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിക്കുലാർ ഹോർമോൺസ്. ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോണാണ്. മെയിൽ ഹോർമോൺ ഏതാണ്? ആൻഡ്രോജൻ. ആൻഡ്രോജനെ സിന്തസൈസ് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ലേഡിക് സെൽസ് അഥവാ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പറയാം എന്തൊക്കെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ. ഓരോ ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? 250 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റുകളെയാണ് നമ്മൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾ എന്ന് വിളിച്ചത്. ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൽ ഓരോ ലോബ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളുണ്ട്. ഓരോ ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഇന്നർ ലൈനിങ്ങിൽ സെമിനിഫറസ് ട്യൂബിൽ 2 ടൈപ്പ് സെല്ലുകളുണ്ട്. ഒന്ന് മെയിൽ ജേം സെൽ അഥവാ സ്പെർമാറ്റോഗോണിയ, അതിൻ്റെ ഡ്യൂട്ടി മിയോട്ടിക് ഡിവിഷൻ വഴി സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തെ സെല്ലാണ് ഉള്ളിൽ കാണുന്നത് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസിൻ്റെ ഡ്യൂട്ടി ഈ ജേം സെൽസിന് ന്യൂട്രീഷൻ അഥവാ നറിഷ്മെൻറ്റ് കൊടുക്കുക. ഇനി സെമിനിഫറസ് ട്യൂബിളിൻ്റെ പുറത്തായിട്ട് കാണുന്നതാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസസ്. അവിടെ കുറച്ച് ബ്ലഡ് വെസൽസും ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കാണുന്ന സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ്. അവരുടെ ഡ്യൂട്ടി ടെസ്റ്റിക്കുലാർ ഹോർമോണായ ആൻഡ്രോജനെ സിന്തസൈസ് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ സം. ഇനി നമ്മൾ ആക്സസറി ഡക്റ്റുകൾ, ഗ്ലാൻഡുകളെ കുറിച്ച് പറയാൻ പോവാണ്.